നാടെങ്ങും വന്യജീവി ആക്രമണം ചർച്ചയാവുമ്പോൾ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് പാലക്കാട് കൊട്ടേക്കാട് വേനോലിയിലെ കർഷകർ. ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ഈ കർഷകർക്കൊപ്പമാണ്. അവനവനു വേണ്ടി മാത്രമല്ല, ഈ നാടിന് ഒന്നാകെ വേണ്ടിയാണ് ഈ കർഷകർ പാടത്തിറങ്ങുന്നതും പണിയെടുക്കുന്നതും. ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടങ്ങളുടെ കണക്കാണ് ഇവർക്കിപ്പോൾ പറയാനുള്ളത്. പാലക്കാട് കൊട്ടേക്കാട് വേനോലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടെ കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. ഈ കർഷകരുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ് അവർ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പൊ ഈ ആന ഇറങ്ങി രാത്രിയാണോ? രാത്രി ഒരു 15 ദിവസത്തോളമായി സ്ഥിരമായിട്ട് ആന വരാറുണ്ട്. ഈ ഒരു ഏരിയ മുമ്പ് പല കൊലപാതകം, ഈ കാട്ടാന ആക്രമിച്ച് പല മരണങ്ങളും സംഭവിച്ചൊരു ഇവിടെ തന്നെ ഒരു 3 മരണം. ഒരു ഫോട്ടോഗ്രാഫർ, മാറുമ്പയുടെ ഫോട്ടോഗ്രാഫർ ഒന്ന്, പിന്നെ ഒരു ചൂളയ്ക്ക് പണിക്ക് വന്നിട്ടുള്ള ഒരു ഇമേജിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്വാമിനാഥൻ പറഞ്ഞവൻ. അവൻ ജോലിക്ക് പോകാൻ വേണ്ടി ആന കണ്ടുപോകാൻ തിരിച്ചു പോയതാ. പോയി ആന അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. പിന്നെ അപ്പുറത്തോട് വേർന്നു വന്നു. നിങ്ങൾ പരാതി ഒന്നും കൊടുത്തില്ല? ഇപ്പൊ ഇത്ര ദിവസമായിട്ട് ആന പരാതി കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇതേ സ്ഥിതിയാണ്. 2007 ശേഷം സ്ഥിരം ഇതേ പലവിയാണ്. ഇത്രയും വർഷമായിട്ട് ഈ ആന സ്ഥിരമായിട്ട് ശല്യം സ്ഥിരമുണ്ട് ഇവിടെ. പരാതി കൊടുത്ത് അതിനൊന്നും വലിയ കൃഷി വകുപ്പായിട്ട് വലിയ ആനുകൂല്യമൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മളതിന് മെനക്കെട്ടൊരു കാര്യമില്ല. നേരത്തെ എഴുതി കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കായിരുന്നു. ഇപ്പൊ ഫോട്ടോ എടുത്ത് അതിന്റെ അക്ഷയ കൂടെ ചെയ്ത് പോകാൻ ഒരു 2 ദിവസം പണിയും മെനക്കെട്ട് പോയി കഴിഞ്ഞാൽ ആ പൈസ നഷ്ടം ബോധ്യമായി തുടങ്ങി. നമുക്ക് 85 റുപ്യ ഒരാൾക്ക് കൂലി എന്ന് കൊടുക്കും. പിന്നെ നമുക്ക് തന്നത് എത്രയെന്ന് പറയാം? സർക്കാർ തന്നത് 85 റുപ്യ. വാളയാറെ ഇത് റേഞ്ച് ഓഫീസിൽ പോയപ്പോൾ 85 റുപ്യ പാസ്സായി. ഞാൻ വേണ്ട പറഞ്ഞു പോന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. നഷ്ടപരിഹാരം ഫോട്ടോ എടുത്തിട്ട് പോണത് വാങ്ങിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥകൾ. ഫോട്ടോ വാടക കൊടുക്കാൻ തയ്യില്ല. പിന്നെ നമ്മൾ കൃഷി വകുപ്പായിട്ട് ഇതിന് വലിയ പരിഗണന ഇല്ല. ഞങ്ങൾക്ക് വിശ്വാസം. ഫോറസ്റ്റില് പറഞ്ഞാലും ഇത് ആദ്യമൊക്കെ എന്തോ തോന്നി ഇല്ല. എന്റെ 1 ഏക്കറിൽ 10-60 തെങ്ങ് പോയി. നന്നായി കായ്ക്കുന്ന ഇതാണ്. ഒരു രക്ഷയില്ല. 10 പൈസ അതിന് പേരിൽ കിട്ടിയിട്ടില്ല, കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ആന വന്നിട്ട് ആന കറണ്ടിൽപ്പെട്ടു. ഇയാളുടെ സ്ഥലത്താണ് ആന കുഴിച്ചിട്ടത്. ചേട്ടാ, ഈ കൃഷിയൊക്കെ എത്ര വ്യാപകമായിട്ട് കൃഷി നാശം? വ്യാപകമായി പറഞ്ഞാൽ ഫുള്ളായിട്ട് എല്ലാ വർഷവും ഇതേ സമയത്ത് എല്ലാ സമയത്തും ആന വരലുണ്ട്, നശിപ്പിക്കലുണ്ട്. എന്റെ തെങ്ങിൻ തെയ്യം, മോട്ടറിന്റെ വയറ്, കേബിള് കംപ്ലീറ്റ് നശിപ്പിച്ച് കംപ്ലീറ്റ് വലിക്കും. നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടോ ഏത് ഉദ്യോഗസ്ഥന്മാരോട് കൊടുത്തിട്ടോ കാര്യമില്ല. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർ വരും, രാത്രി വരും. അവർ കുറച്ചു നേരം ഇരിക്കും, 4 പടക്കം പൊട്ടിക്കും, അവരും പോകും. അവരും ചോദിക്കുന്നത് അവരും മനുഷ്യന്മാരല്ലേ എന്നാണ് അവരുടെ ചോദ്യം. നമ്മൾ പിന്നെ അവരെ കൊണ്ടെന്താ പറയുക? ഒരു ഉദ്യോഗസ്ഥ പഞ്ചായത്ത് കൃഷി വകുപ്പ് ശരിക്കും പൂർണ്ണമായി അവർക്ക് അധികാരമുണ്ട്. ഇതിൽ അവർ ഇടപെടാറില്ല. കൃഷി വകുപ്പ് പൂർണ്ണ പരാജയമാണ്. പുതുശ്ശേരി പഞ്ചായത്തിൽ കൃഷി വകുപ്പ് പൂർണ്ണ പരാജയമാണ്. ഇന്നേ വരെ എന്താ അന്വേഷിക്കാൻ പോലും കൃഷി വകുപ്പ് വന്നിട്ടില്ല. നല്ല പരാജയത്തിലാണ്. കൃഷി വകുപ്പ് ഒരു കാര്യത്തിനും ഇവിടെ വരില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഓഫീസിൽ ഇരുന്ന് മീറ്റിംഗ് കൂടെ എന്നല്ലാണ്ട് കൃഷി വകുപ്പ് കൃഷിക്കാരന്റെ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കൂല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവും വേണ്ട. ഈ ഏരിയയിൽ ഇവിടുന്ന് മൊത്തം കൃഷി നശിപ്പിക്കും. ഇവിടുന്ന് വേനോലി വരെയുള്ള കൃഷികൾ കംപ്ലീറ്റ് നശിപ്പിക്കും. ഞങ്ങളിപ്പോ രാത്രി ഇവിടെ കാവല കിടക്കണം. സ്ഥിരമായിട്ട് വീട്ടിൽ കിടക്കാതെ പാടത്താണ് കിടക്കുന്നത്. എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഈ കൃഷി എടുത്തിട്ട് നെല്ലെടുത്ത് 10 റുപ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടാണ് ചെയ്യണത്. ഫെൻസിംഗ് ഉണ്ട്. ഫെൻസിംഗ് ഉണ്ടെങ്കിൽ ആ മരത്തിന് ഫെൻസിങ്ങിന്റെ ഓരത്ത് എവിടെ മരം പറഞ്ഞാൽ ആ മരത്തിനെ തട്ടി ഉള്ളിലേക്ക് കിടക്കും. ഇപ്പൊ ഈ ആന വന്നിട്ട് ഇപ്പോ കോച്ച് ഫാക്ടറിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ അവിടെ നിന്ന് റെയിൽവേന്റെ അവിടെ ഒരു ഫെൻസിങ് കിട്ടിയിട്ടുണ്ട്. റെയിൽവേ ഫെൻസിങ് കിട്ടിയിട്ടുണ്ട്. ആ റെയിൽവേ ഫെൻസിംഗിൽ നിന്ന് മരം കൊണ്ടിട്ടാണ് ആന ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ആനയ്ക്ക് ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവര് റെയിൽവേക്കാർ അതിന്റെ ഫെൻസിങ് നേരാക്കി. ഇപ്പൊ ആനയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ അപ്പൊ ഇന്ന് റെയിൽവേക്കാർ അത് ഇടപെട്ടിട്ട് ആ ഫെൻസിങ് അഴിച്ചു വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ എന്നെ കൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ റെയിൽവേ ഫെൻസിങ് അഴിച്ചു വെച്ചിട്ട്
കൊട്ടേക്കാട് സെക്ഷനും പുതുശ്ശേരി സെക്ഷനും കൂടെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ആനയെ ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സാറുമാർ എന്ത് നടപടി എടുക്കുന്നുള്ളത് അത് നോക്കിക്കണഞ്ഞ. ഈ ഒരു മേഖലയിലുള്ള ആൾക്കാർ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ക്ഷീര കർഷകര്, നെൽകൃഷി, തെങ്ങ് കൃഷി, തേങ്ങ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കൃഷിയെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ പുഴ കടന്നാണോ ആന വരുന്നത്? ഈ പുഴ കടന്നാണ്. ഇതുവരെ ഇപ്പോ ഈ 2 ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ആന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ 2 ആഴ്ചയിൽ ഇറങ്ങിയിട്ട് എത്രത്തോളം കൃഷി നശിപ്പിച്ചു? ഇവിടെ ഒരു 30 ഏക്കറോളം ബാധിച്ചിട്ടുണ്ട്. തെങ്ങ് 2 ഇത് ഇനി എന്താണ് നിങ്ങളുടെ നടപടി? നമുക്ക് ഇതിൽ വലിയ പ്രതീക്ഷ ഇല്ല. ഇപ്പൊ ആന ഇത് സ്ഥിരം വരും, ഉദ്യോഗസ്ഥന്മാരെ സഹകരിച്ച് ആട്ടിവിടുന്നുണ്ട്, അവര് പോകുന്നുണ്ട്. ആട്ടിവിട് പറഞ്ഞാൽ കാട്ടിലേക്കല്ല ആട്ടിവിടുന്നവര്. ഈ പുഴ കിടന്ന് ഇതിന് മേലേക്ക് ആട്ടിവിടും. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്ക് നേരെ തിരിച്ചും വരും. ഇപ്പൊ ആ ഫെൻസിങ് അഴിച്ച് അവര് കെട്ടിയ റെയിൽവേ കെട്ടിയ ഫെൻസിങ് അഴിച്ച് ഈ 2 സെക്ഷനുകാരും കൂടെ ആട്ടി അങ്ങോട്ട് വിട്ടാൽ ആ ഫെൻസിങ് കെട്ടിയ കുറച്ച് ഒരു 10-20 ദിവസത്തേക്ക് ഒരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും വരും, വീണ്ടും ആന വരും. ആന ഇവിടെ തീറ്റ കണ്ടുപോയി. ഞങ്ങൾക്ക് കൃഷി ഇറക്കി ഇന്നേ വരെ ഒന്നും കിട്ടണേ ഇല്ല. എല്ലാ വർഷവും തന്നെ പരിപാടി. വീണ്ടും വീണ്ടും കനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ലോൺ കെട്ടാനുള്ള സമയമായി. കാർഷിക വായ്പ, ആ കാർഷിക വായ്പ ഇത് കിട്ടിയില്ല പറഞ്ഞാൽ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. ഞാൻ ആരെ കൊണ്ട് പോയി ചോദിക്കും? ഇതേമാതിരി എല്ലാ കർഷകരുടെ കാര്യങ്ങളും പല ഭാഗത്തുനിന്നും പല ഇതൊന്നും ലോൺ എടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അവർക്ക് അവിടെ ബാങ്കിൽ പണം അടച്ചിട്ടില്ല പറഞ്ഞാൽ അവർ മാർച്ച് നമ്മളെ ഇത് ചെയ്യും. ഞങ്ങൾ എവിടുന്ന് അടയ്ക്കണം, എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കൊരു നിശ്ചയമില്ലാണ് ഇപ്പം നിൽക്കുന്നത്. നേരെ കതിരിലാണ് ഇത് വരുന്നത്. ഇതാണ് ഇപ്പൊ അവസാനമാണ്. നമ്മ ഇനിയൊരു എന്തായാലും 40 ദിവസം ഇവിടെ ഇരിക്കണം. രാത്രി ഇരുന്ന് പഞ്ചി കിടക്കും, ഇങ്ങനെ തന്നെ ഇരിക്കണം. കഴിഞ്ഞ കൊല്ലമൊക്കെ 40-45 ദിവസം കിടന്നിട്ടാണ് പഞ്ചി എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതേ ലെവലിൽ തന്നെ ആന അതേ സമയത്തെത്തിയല്ലോ. ഈ കതിരും പെട്ടില്ലെങ്കിലാണ് അറിയേണ്ടത്. ഇപ്പോഴാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആട്ടിയാലേ നമുക്ക് രക്ഷയുള്ളൂ. സ്ഥിരമായിട്ട് നിങ്ങൾ ഇവിടെ കാവലിരിക്കും? സ്ഥിരമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഏരിയ നോക്കാനുണ്ടല്ലോ, ഒരുപാട് അവിടെ നിന്ന് ഇതുവരെ നോക്കണം. ദൂരമുണ്ട്, 2 മൈൽ ദൂരത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ മാത്രമേ ഇത് മറ്റേ ഇവിടേക്ക് എത്തുള്ളൂ. നറുമ്പുള്ളി പുഴന്റെ അവിടെ നിന്ന് പാലത്തിന്റെ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇതുവരെയും ആറങ്ങോട്ട് കുളമ്പ് പറയല്ലേ, അതുവരെയും വരണം. രാത്രി ഇങ്ങനെ നടക്കൽ ഫോറസ്റ്റുകാർ ഉണ്ടാവും. ചിലപ്പോ അവര് വരാൻ വൈകി ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതല്ല വഴിയുള്ളൂ. ഞങ്ങൾ കണ്ടാൽ രാത്രി തലനാരഴുക്കി രക്ഷപ്പെട്ടു. ആനയുടെ കയ്യിൽ നിന്ന് തലനാരഴുക്കി രാത്രി ആന വരുമ്പോൾ ഞങ്ങൾ രണ്ടാളും ടോർച്ച് അടിച്ചിട്ട് വരുമ്പോൾ ആന ഫ്രണ്ടിൽ ഞങ്ങളെ ആന മുടുക്കി. ഞങ്ങളെ മുടുക്കി. ഞങ്ങൾ രണ്ട് ഭാഗത്തു കൂടെ ഓടിയിട്ട് ഞങ്ങൾ പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടാണ് ഞങ്ങളെ അവർ വന്നിട്ടാണ് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത്. ഫോറസ്റ്റുകാർ മൊത്തം വളഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാണെന്ന് അവർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ഇവിടുന്ന് അവർ മാറ്റിയത്. ഇപ്പോ ഈ മേഖലയിൽ ഒരു 3 പേരെ ആന കൊന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഭീഷണിയുണ്ട്. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചിട്ട് പരാതി. ആന ഭീഷണിയുണ്ട്. ഏത് നിമിഷവും ഞങ്ങൾ രാത്രി ഇവിടെ കാവൽ കിടക്കുന്നവരെ ആന ആക്രമിക്കുന്നുള്ളത് ഉറപ്പ്. എനിക്ക് മക്കളെയും കുട്ടികളെയും നോക്കണം. എനിക്ക് ഇവിടുന്ന് കിട്ടിയാലേ നമുക്ക് മക്കളും കുട്ടിക്കുള്ള ചില കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. കോളേജ് ഫീസ് അടയ്ക്കാനായി, എല്ലാമായി. ഇത് ഇവിടുന്ന് കിട്ടിയാൽ മാത്രമേ കോളേജിൽ പഠിപ്പിക്കാനും ഇതിനെല്ലാത്തിനും ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയതില്ല. ആന ഇറങ്ങിയത് ഞാനൊന്ന് കംപ്ലൈന്റ് അവിടെ പരാതിയെ കൊടുക്കാൻ പോകല്ലേ, ഫോറസ്റ്റിൽ പരാതിയെ കൊടുത്തിട്ടുമില്ല, ഞാൻ വാങ്ങിയിട്ടുമില്ല. ഒരു പ്രാവശ്യം ആന അവിടെ പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് തട്ടി ഒരു ആന ചെരിഞ്ഞു. അവർക്ക് അതിനോട് മാത്രമേ താല്പര്യമുള്ളൂ. ആ കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? ആന നമ്മുടെ കൃഷിയുടെ നടുക്ക് കൂടെ കെട്ടിവലിച്ചിട്ട് പോയത്. ആ കൃഷിക്കാരൻ എന്ത് ചെയ്യണമെന്നുള്ളതൊന്നും അവർക്ക് ചിന്താഗതിയില്ല. അവരുടെ കാര്യം നടത്തി അവർ സ്ഥലം വിട്ടു. അവർക്ക് ആനയെ മാത്രം സംരക്ഷിച്ചാൽ മതി. കൃഷിക്കാരെ സംരക്ഷിക്കേണ്ട ആവശ്യം അവർക്കില്ല. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ആന, പുലി, സിംഹം അതിന് വല്ല കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ അത് മാത്രമേ സർക്കാരും സംരക്ഷിക്കുന്നുള്ളൂ. അതിൽ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഫോറസ്റ്റും സഹായിക്കുന്നുള്ളൂ. മനുഷ്യന് ഒരു വിലയില്ല, പുല്ലുവില. മനുഷ്യന്റെ ജീവിതമാർഗം എന്താണെന്നുള്ളത് ഒന്നുമില്ല. ഒരു ഡിപ്പാർട്ട്മെന്റിനും ശ്രദ്ധയില്ല. ഞങ്ങളിവിടെ കിടന്ന് ആനയോട് മല്ലിട്ടിട്ടാണ് ഞങ്ങൾ ഈ അന്നം, ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള അന്നമല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ സപ്ലൈക്കുകൾ കൊടുത്ത് ഈ നമുക്ക് മാത്രം തിന്നാനല്ല, ഞങ്ങൾക്ക് മാത്രം കഴിക്കാനാണ് പറഞ്ഞാൽ നമുക്ക് ഒരു 5 വരയ്ക്ക 2 വരയ്ക്ക തിന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മിണ്ടാണ്ടിരിക്കാം. 2 ചാക്ക് നെല്ലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കാം. ഇത്രയും ഞങ്ങൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്ത് നെല്ല് ഉണക്കി അതിന് സപ്ലൈക്കോ കയറ്റി വിട്ട് ആ ബാങ്കിൽ കടംകാരനായിട്ടാണ്, ലോണായിട്ടാണ് അതും തരുന്നത്. നമുക്ക് ലോണായിട്ടാണ് ബാങ്കിൽ തരുന്നത്. അല്ലാണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഇങ്ങനെ എത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കർഷകർ ഇവിടെ കൃഷി ചെയ്ത് എടുത്തിട്ട്. മലമ്പുഴ ഡാമിന്റെ കൃഷിക്കാർക്കാണെങ്കിൽ അവർക്ക് മലമ്പുഴ വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, സഫീഷ്യന്റ് ആയിട്ട് ഇഷ്ടം പോലെ നല്ല ഡാമിലത്തെ വെള്ളം. ഞങ്ങളതല്ല ഓരോ പ്രാവശ്യം നെല്ല് വിൽക്കുക,
മോട്ടോർ മേടിക്കുക, ബോർ ചെയ്യുക, അത് തലറാക്കുക, എത്ര പ്രാവശ്യം മോട്ടോർ പോകും, എത്ര പ്രാവശ്യം സർവീസ് ചെയ്യും. അപ്പോൾ നെല്ല് വിറ്റ് പണം കൊണ്ട് എന്തൊക്കെയോ കാണിക്ക് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കണ്ടേ, വീട് പണി, തുണി ഡ്രസ്സ് ഇടണ്ടേ, ആഹാരം കഴിക്കണ്ടേ, ഒക്കെ ചെയ്യണ്ടേ. കൂടെ ഇതും കൂടി ചെയ്യണം. കാരണം ബോർവെൽ ഉണ്ടാക്കണം, അതിൽ മോട്ടോർ വെക്കണം. ഇപ്പോൾ അതാ പണി. എന്താ വെച്ചാൽ കടം മേടിച്ച് നാട് നിങ്ങൾ കടം കിട്ടാവുന്നതൊക്കെ കടം മേടിച്ചിട്ടാണ് മോട്ടോർ മേടിക്കുക, ബോർ ചെയ്യുക, മോട്ടോർ വയ്ക്കുക, പൈപ്പ് ഇടുക. അതൊരു പണി. മലമ്പുഴക്കാർക്ക് ആ പ്രശ്നമേ ഇല്ല. അവർക്ക് ആനാശല്യമില്ല, വെള്ളത്തിന് പ്രശ്നമില്ല. ഇവിടെ ആണെങ്കിലോ വെള്ളവും ഇല്ല. ഉള്ള വെള്ളത്തിൽ പഞ്ചായത്ത് ആന വന്നു നശിപ്പിക്കുകയും ചെയ്തു. ശാശ്വത പരിഹാരം എന്ന് ഞാൻ പറയാൻ തോന്നുന്നത് ഈ ഇളമ്പുകാട്, ഊർവലിക്കാട് കാടുണ്ട്. കാടിന്റെ ഇപ്പുറത്ത് ആന വരാത്ത രീതിക്ക് എന്തുകൊണ്ടും അതാണ് ഫോറസ്റ്റ് ചെയ്യാനുള്ള പണി. കാട്ടിലാന വളർത്തിക്കോട്ടെ, ഇന്നോട്ടെ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ഫോറസ്റ്റിന്റെ സ്ഥലത്താണ്. നേരത്തെ പ്രൈവറ്റ് പാർട്ടികളുടെ സ്ഥലമായിരുന്നു, ഇപ്പോൾ ഫോറസ്റ്റിന്റെ കായി. അവിടെ ആന നോക്കിക്കോട്ടെ, വിരോധമില്ല. ആന ഇപ്പുറത്ത് കടക്കാത്ത രീതിക്കുള്ള ഫെൻസിങ് സൂപ്പറായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആന വരില്ല. അടിക്കാട് വെട്ടിയാൽ ശരിയാവുക എന്നുള്ളതാണ്. അടിക്കാട് വെട്ടിട്ടൊന്നും ആന നിൽക്കില്ല. ആന വരും. ആന ഇവിടുന്ന് ഒഴിയണേ ഇല്ലല്ലോ. ആന വരും. നിങ്ങൾ ഈ ആ റെയിൽപാത തന്നെ ഇങ്ങോട്ട് കടന്ന ആന വരും. അത് വരയ്ക്കും ഫോറസ്റ്റാണ്. ഇവിടെ നല്ല അങ്ങോട്ട് റെയിൽപാത വരയ്ക്കും. അത് റെയിൽപാതിന്റെ അപ്പുറം വരയ്ക്ക് അവർ നോക്കിക്കോട്ടെ. അത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഇവിടെ ഇത് ജീവിക്കണ്ടേ, അതിന് രക്ഷയില്ല. അത്രേ ഞങ്ങൾ പറയുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേറെ ചെയ്യും, പഠിപ്പിക്കണം. കല്യാണ സമയത്ത് കല്യാണം കൊടുക്കണം. അവരെ റിസർച്ച് വന്ന് കല്യാണം കഴിച്ചു. അതിന്റെ ചെലവ് ചെയ്യണം. ഊട്ടപ്പണികളുണ്ട്, കൃഷിപ്പണി ചെയ്യണം. ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പാട്, മൂക്കേറ്റം കഷ്ടപ്പാട്. ഒന്ന് അങ്ങനെ ആനയുടെ ശല്യം ഇപ്പുറത്ത്. പന്നിയാണെങ്കിലോ അതിന്റെ മീതെ പന്നി വന്നിട്ട് പന്നിന്റെ ശല്യം വേറെ, അതിൽ വേറെ പന്നി ശല്യം. എനിക്കൊക്കെ ഈ കഴിഞ്ഞ കന്നിയില് 2 ഏക്കർ കൃഷി ചെയ്തിട്ട് ആകെ 15 ചാക്ക് നെല്ലാണ് കിട്ടിയത്. അതും ചാപ്പാട്ടിന് എടുത്ത് വെക്കാതെ കൊടുത്തു ഞാൻ. എന്നിട്ടും കടന്നു തീരാൻ വഴിയില്ല. ഇപ്പോ അത്രയും കടത്തിൽ മുങ്ങി കിടക്കണം. ഇപ്പോ എന്റെ എന്നല്ല, എല്ലാ കൃഷിക്കാരന്റെയും എല്ലാവരുടെയും കേസ് അതാണ്. പന്നി, ആന ഒന്നും പറയണ്ട. മയില് ഇവിടെ വന്നു കഴിഞ്ഞാൽ മയില് കടത്തൂടെയൊക്കെ നടന്ന് നെല്ലിനും ഒരുത്തിനും പന്നിയുടെ ശല്യം അങ്ങനെയുണ്ട്. റെയിൽവേന്റെ ഫെൻസിങ് മാത്രമേ ഉള്ളൂ ചെറുതെങ്കിലും ഒരു ആശ്വാസം. അതല്ലെങ്കിൽ നമ്മൾ ഇതിലേറെ മുടിഞ്ഞു. ഇപ്പൊ ആന ട്രെയിനിൽ പെട്ടിട്ട് ചാവുമ്പോ അവര് വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് കഴിയപ്പോ അവര് റെയിൽവേ ഫെൻസിങ് വെക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇടയിൽ കൂടെ വരാനുള്ള പാലങ്ങളുണ്ട്, അടിപ്പാത വരാനുണ്ട്. അതിൽ കൂടെ ആന കടന്നു വരും. ഇപ്പൊ ഇങ്ങനെ റെയിൽവേ ലൈൻ പോകുന്നു, അതിൽ കൂടെ ആനയ്ക്ക് വരാനുള്ള അടിപ്പാതയുണ്ട്. അത് കടന്നു വരും, ആന വരും, ഇവിടേക്ക് വരും, കൃഷി സ്ഥലത്തേക്ക് വരും. റെയിൽപാത കടന്നു വരാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. റെയിൽപാതയുടെ അവര് സുരക്ഷിതമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പാലത്തിന്റെ അടി കൂടെ മുകളിൽ കൂടെ മാത്രമേ ചെയ്യുള്ളൂ. അടി കൂടെ വരാനുള്ള വഴിയുണ്ട്, അതിൽ കൂടെ ആന വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നത് വഴിക്കാൻ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് കോച്ച് ഫാക്ടറിക്ക് എടുത്ത സ്ഥലം. കോച്ച് ഫാക്ടറിക്ക് എടുത്ത സ്ഥലമാണ് ഇപ്പൊ നല്ല കാടായി കിടക്കുന്നത്. കോച്ച് ഫാക്ടറിക്ക് എടുത്ത സ്ഥലം വികസനം കൊണ്ടുവരണം. ആരെവിടെ വികസനം കൊണ്ടുവന്നു? കോച്ച് ഫാക്ടറി വന്നതുകൊണ്ട് ഞാൻ വരുന്നതുകൊണ്ട് ആർക്കും എതിരില്ല. ഇന്നേ വരെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏത് ഗവൺമെന്റും മാറി മാറി വരുന്ന ഗവൺമെന്റ് കോച്ച് ഫാക്ടറി നടത്തിയില്ല. ഇവിടെ ഇരിക്കുന്ന കൃഷിക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി സ്ഥലം കൃഷിക്കാരുടെ എന്ന് വാങ്ങി നന്നായി നെല്ല് വിളയുന്ന കൃഷിയാണ് സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലങ്ങൾ കംപ്ലീറ്റ് വാങ്ങി സർക്കാർ കോച്ച് ഫാക്ടറി കൊടുത്തു. അത് മൊത്തം കോച്ച് ഫാക്ടറി ഇല്ല, ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ കോച്ച് ഫാക്ടറിനകത്ത് പോത്ത് വളർത്തലാണ്. 3 ടീം ചേർന്നിട്ടാണ് പോത്ത് വളർത്തുന്നത്. ഈ ആനയുടെ ശല്യം പോരാതെ ഈ പോത്ത് വന്ന് എന്റെ കൃഷി കംപ്ലീറ്റ് തിന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഒരു പരാതി അവരെടുത്തില്ല. ഒരു പരാതി ഞാൻ കൊടുത്തതെന്നല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യാന്നാണ് കസബ പോലീസിലെ ആൾക്കാർ ചോദിച്ചത് എന്നെ കൊണ്ട്. 60 പോത്ത് നിന്ന് മേഞ്ഞിട്ട് ഒരു നെല്ല് കിട്ടിയില്ല. ആനയെ കാവൽ കിടന്നു. പിറ്റേ ദിവസം കൊയ്യാണ്. ഈ ദിവസം വൈകുന്നേരം പോത്തിറങ്ങി കഴിച്ചു. പോത്ത് ഇറങ്ങി കഴിക്കും. ഈ കോച്ച് ഫാക്ടറിനുള്ളിൽ പോത്ത് വളർത്തൽ കേന്ദ്രമാണ്. പല പ്രവർത്തനമാണ് ഈ കോച്ച് ഫാക്ടറിക്ക് എടുത്ത സ്ഥലത്ത് നടക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് എടുത്തിട്ട് പോത്ത് വളർത്താനാണ് കൊടുത്തിരിക്കുന്നത്. റെയിൽവേന്റെ സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-125 പോത്ത് വളർത്തുന്നുണ്ട്. ഇവിടെ 125 പോത്ത് വളർത്തുന്നുണ്ട്. ആ പോത്ത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ, റെയിൽവേന്റെ അണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. പോത്ത് വന്ന് ഇറങ്ങി തിന്നുക. ആനയുടെ പുറമെ പോത്ത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഈ വർഷം ഇറങ്ങിയിട്ടില്ല. ഈ വർഷം ഇപ്പൊ ഞാൻ മനോരമ ചാനലിൽ ഇതേമാതിരി ചാനലുകാരെ കൊണ്ടുവന്ന് വാർത്തയാക്കിയതാണ്. വാർത്തയാക്കി കസബ സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന്റെ ആ റെസീറ്റ് അടക്കം എന്റെ കയ്യിലുണ്ട്. ഒരു ആക്ഷൻ കൊടുത്തില്ല അവര്. പകലന്തിയോളം പണിയെടുത്തിട്ടും രാത്രി മുഴുവൻ കാവലിരുന്നിട്ടും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പൊറുതിമുട്ടുകയാണ് ഈ കർഷകർ.
ഇവരുടെ ആശങ്കകൾ അധികൃതരും സർക്കാരും കണ്ടേ മതിയാവൂ, ഇവർക്ക് ഉത്തരം നൽകിയേ മതിയാവൂ. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.